ലക്ഷ്യത്തിലേക്ക് വിജയകരമായി എത്തിച്ചേരുകയാണ്. വൈക്കം ബീച്ചിൽ പര്യവസാനിക്കുന്ന സാഹസിക യാത്ര നാളുകൾ നീണ്ട സാഹസികമായ പരിശീലനത്തിനൊടുവിൽ വിജയകരമായ പര്യവസാനത്തിന് സാക്ഷികളാക്കുവാൻ സാക്ഷികളാക്കുവാൻ മുഴുവൻ നല്ല ആളുകളെയും മനഃശാസ്ത്രത്തിൽ ഗവേഷണ ബിരുദമുള്ള കുഞ്ഞമ്മ മാത്യൂസിന് അതിലും വലിയ മോഹമായിരുന്നു കായൽ നീന്തി കടക്കുന്നത്. ഏറെക്കാലം കൊണ്ടു നടന്ന മോഹമൊടുവിൽ കുഞ്ഞമ്മ മാത്യൂസ് സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, തുടങ്ങുന്നതേയുള്ളൂ. അടുത്ത അവസരത്തിൽ കടലിൽ നീന്തിക്കയറി വരണമെന്നാണ് മോഹം. വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ നീന്തൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് നീന്തലിനോട് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് റിട്ടയർ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എക്സസൈസിന് വേണ്ടി ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഈ താല്പര്യം കാരണം ഇങ്ങനെ ന്യൂസിലും മറ്റേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വേമ്പനാട്ട് കായൽ ക്രോസ് ചെയ്യിച്ച് കുട്ടികളെ ക്രോസ് ചെയ്യിക്കുന്നുണ്ടെന്ന് ഉള്ള ന്യൂസുകൾ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി. എനിക്ക് നീന്തുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആ മേഖലയിൽ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് ചെയ്യാൻ പറ്റിയത്. തയ്യാറെടുപ്പ് കോതമംഗലത്ത് ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിൻ്റെ കോച്ചാണ് ശ്രീ ബിജു തങ്കപ്പൻ. അദ്ദേഹമാണ് എനിക്ക് പരിശീലനം തന്നത്. അവിടെ ഞാൻ ഒരു 3.5 മാസമായിട്ട് അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് മൂവാറ്റുപുഴയാറിൻ്റെ ആ ഒരു ഒഴുക്കുള്ള ഒരു ഏരിയയിലായിരുന്നു. ഒരു 2.5-3 മണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ചിലപ്പോൾ കാലത്തും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് ഈ കായൽ നീന്താമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. വേമ്പനാട്ട് കായലിൽ സ്കൂൾ വിദ്യാർത്ഥികൾ കൈകാലുകൾ ബന്ധിച്ച് നീന്തി റെക്കോർഡിട്ടതറിഞ്ഞാണ് നീന്തലിൽ തൽപരയായ കുഞ്ഞമ്മ മാത്യു ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെത്തി പരിശീലനം ആരംഭിച്ചത്. വേമ്പനാട്ട് കായലിൽ ആലപ്പുഴ പള്ളിപ്പുറം വടക്കങ്കര അമ്പലക്കടവിൽ നിന്നായിരുന്നു തുടക്കം. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് 7 കിലോമീറ്റർ ദൂരം താണ്ടി കുഞ്ഞമ്മ മാത്യൂസ് വൈക്കം കായലോര ബീച്ചിലേക്ക് നീന്തിക്കയറി. ഇതോടെ വേമ്പനാട്ട് കായൽ നീന്തിക്കയറിയ ഏറ്റവും പ്രായം കൂടിയ വനിതയായി കുഞ്ഞമ്മ മാത്യൂസ് മാറി. ലക്ഷ്യം നേടിയെത്തിയ കുഞ്ഞമ്മ മാത്യൂസിനെ നിഷ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ വരവേറ്റു. കായലോര ബീച്ചിൽ നടന്ന അനുമോദന യോഗത്തിൽ പ്രമുഖരും പങ്കെടുത്തു. സി മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.